നമസ്കാരം. മലയാളികൾക്കിടയിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട്, ദൈവങ്ങൾക്ക് പോലും നല്ല കാലവും കെട്ട കാലവും ഉണ്ട്. മനുഷ്യന്മാരിൽ നിന്നൊക്കെ അകന്ന് കാനനവാസനായി കലിയുഗ വരദനായി ശബരിമലയിൽ കുടിയിരിക്കുന്ന ധർമ്മശാസ്താവ് ശ്രീ അയ്യപ്പന് പോലും ഇപ്പോൾ കെട്ട കാലമാണ്. ഈ കലികാലത്തിൽ കെട്ടവന്മാരെ കൊണ്ട് അയ്യപ്പൻ പോലും പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറെ ദിവസമായി മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ശബരിമലയിലെ വാർത്തകളാണ്. അതായത് 49 കിലോ സ്വർണമാണ് ശബരിമലയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. അയ്യപ്പന്റെ ലീലാവിലാസമൊന്നുമല്ല, അയ്യപ്പ ഭക്തരുടെ ചില കളികളാണ്. നായനാർ സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ വിജയ് മല്യ 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോഗ്രാം ചെമ്പും ഉപയോഗിച്ച് സ്വർണം പൂശിയ ആ ചെമ്പ് തകിടുകളാണ് 20 വർഷങ്ങൾക്ക് ശേഷം പിണറായി സർക്കാരിന്റെ കാലത്ത് ചെമ്പായി മാറിയിരിക്കുന്നത്. കൺകെട്ട് ജാലവിദ്യയാണോ എന്നറിയില്ല, അതോ പിണറായി സർക്കാരിന്റെ അടിച്ചുമാറ്റൽ തന്ത്രത്തിന്റെ പുതിയ വെർഷൻ ആണോ എന്നും അറിയില്ല. എന്താണെങ്കിലും ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് ഈ വിഷയങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കാം. ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തോളം ഇടത് സർക്കാർ 2 ടൈം പിണറായി സർക്കാരാണ് ഭരിച്ചത്. അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ കൊള്ള നടന്നത് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റവും ഒടുവിൽ ഇന്ന് ആലുവയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രതിപക്ഷ നേതാവ് ഒരു വലിയൊരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു തത്വം പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒന്നിനെയും വിശ്വസിക്കരുത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടത് സർക്കാരിനെ അനുകൂലിച്ച് ശബരിമല വിഷയത്തിൽ വന്നിരിക്കുന്ന വാർത്തകളൊന്നും വിശ്വസിക്കരുത്. സത്യം കുടിൽ കെട്ടുമ്പോൾ അസത്യം കൊട്ടാരം കെട്ടുന്നു സോഷ്യൽ മീഡിയയിൽ എന്നാണ് അദ്ദേഹം വളരെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഈ പ്രതിപക്ഷത്തിന് ഈ വിവാദത്തെ അവർക്ക് മുതലെടുക്കാൻ പറ്റിയതുമില്ല, അതിനെ ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നും അറിയത്തുമില്ല. ഒടുവിൽ അവർ പറയുന്നത് ഹൈക്കോടതി പറയട്ടെ, ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ്. ഇതിൽ എന്താണ് സത്യം? 2004 മുതൽ ദേവസ്വം ബോർഡില് ഉള്ള ചില അഴിമതി ആരോപണങ്ങൾ 2004 മുതൽ ഇവിടെ ഉയർന്നു കേൾക്കുന്നതാണ്. വയനാട് സഖാവിന്റെ കാലത്താണെന്ന് 30 കിലോ സ്വർണം വിജയ് മല്യ നൽകാമെന്നേറ്റതും അതുപയോഗിച്ച് ശബരിമലയിലെ സന്നിധാനത്തെ ശ്രീകോവിലടക്കം ദ്വാരപാലകന്മാരടക്കം സ്വർണം പൂശിയതും അതൊക്കെ ശരിയാണ്. പിണറായി സർക്കാർ വന്നിട്ട് ഈ സ്വർണ്ണ കടത്ത് നടത്തി എന്നൊക്കെ മാധ്യമങ്ങളിൽ കൂടി പ്രതിപക്ഷം അടിച്ചുവിടുമ്പോൾ അതിലെന്താണ് വസ്തുത എന്ന് പോലും ചിലർ അന്വേഷിക്കുന്നില്ല. അവർ അതിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ജനത്തിന് വ്യക്തമായ കാര്യങ്ങൾ അറിയാം. പത്മകുമാർ ഇരുന്നപ്പോഴാണ് CPM-ന്റെ നോമിനിയായ പത്മകുമാർ അന്ന് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അതൊരു കരാറിന്റെ പുറത്താണ്. ആ സ്വർണ്ണപ്പാളി അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ അത് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അന്ന് സ്വർണം കുറവുണ്ടായിരുന്നെങ്കിൽ അന്ന് തൂക്കി നോക്കിയാണ് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഈ ദേവസ്വം ബോർഡിലെ അന്നത്തെ കോൺഗ്രസ് അനുകൂലികളും ഒക്കെ ഒന്ന് പറഞ്ഞില്ല? ഒരുപാട് വിവാദങ്ങളുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്. അത് പിണറായി സർക്കാർ കൊണ്ടുവന്ന വിവാദങ്ങളാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2004 AK ആന്റണി സർക്കാർ രാജിവെക്കുന്നു, തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുന്നു. 2 വർഷം ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇന്ന് AICC ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാലാണ്. വേണുഗോപാലൻ ദേവസ്വം മന്ത്രി. അന്ന് ഉണ്ടായ ആരോപണം എന്തൊക്കെയായിരുന്നു ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാം. പിന്നീട് അതിനുശേഷം 2011 വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. VS ശിവകുമാർ എന്ന വ്യക്തിയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി. പിന്നീട് നാം കണ്ടതാണ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു, സ്വന്തം സഹോദരൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആയിരുന്നു ശബരിമല. എന്തായി? അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും. അപ്പോൾ ഇത് CPM-കാർ ഇടത് സർക്കാർ കൊണ്ടുവന്ന തട്ടിപ്പാണോ? അങ്ങനെയാണോ പറയേണ്ടത്? തോന്നുന്നില്ല അങ്ങനെ. പക്ഷേ അയ്യപ്പ സേവാ സംഗമത്തിൽ NSS-ഉം SNDP-യും ഒക്കെ ഒരുമിച്ചതിന്റെ ഒരു വൈക്ലഭ്യം, ഒരു ചൊറിച്ചിൽ ഇവർക്കുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. പറ്റിയില്ല. NSS ഇത്രയും കാലം അവരുടെ കസ്റ്റഡിയിലായിരുന്നു എന്നാണ് അവർ കരുതിയത്. പക്ഷേ സുകുമാരൻ നായരടക്കം അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയപ്പോൾ വ്യക്തമായ നിലപാടുകൾ മുന്നോട്ട് വന്നില്ലേ? ഇനി എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? അന്വേഷണം ആവശ്യപ്പെടുകയായിരിക്കും. നടക്കട്ടെ, ഹൈക്കോടതിയെ തീരുമാനിക്കേണ്ടത്. എല്ലാ രേഖകളും ഹൈക്കോടതിയിലുണ്ടല്ലോ.
2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ സ്വർണം പൂശിയിരുന്ന ശബരിമലയിലെ ഈ സ്വർണം പൂശിയിരുന്ന ഈ തകിടുകളാണ് 2019, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് കൃത്യം 3 വർഷം കഴിഞ്ഞ് മെയ് മാസത്തോടു കൂടി ഇളക്കിയെടുക്കുമ്പോൾ ചെമ്പായി മാറിയത്. പിണറായി സർക്കാരിന്റെ അഴിമതികൾ ഒന്നും രണ്ടുമല്ല കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ്. കാരണം പിണറായി സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസങ്ങളെ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെയോ ദൈവങ്ങളെയോ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. ഈ പാർട്ടിയാണ് ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ മുഴുവൻ മതവിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഇത്തരം ചില കള്ളക്കളികൾ പുറത്തു വരും എന്നുള്ളതിന്റെ അത് തിരിച്ചറിഞ്ഞത് മന്ത്രിമാർക്കാണല്ലോ ഇതിനെപ്പറ്റി ആദ്യം ധാരണ ഉണ്ടാകുന്നത്. ഇതിനെപ്പറ്റിയുള്ള ആ അന്വേഷണം പുറത്തേക്ക് വരും എന്നുള്ള ധാരണ പുറത്തു വന്നതിന്റെ ഭാഗമായാണ് വിശ്വാസികളെ കൈയെടുക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് എന്ന് ജനങ്ങൾ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ദേവസ്വം ബോർഡിലെ അഴിമതികളുടെ കണക്ക് പറയുമ്പോൾ മറന്നുകൂടാത്ത മറ്റൊരു കാര്യം ഗുരുവായൂരിൽ അവിടെ നടന്ന സാമ്പത്തിക തട്ടിപ്പും സാമ്പത്തിക തിരിമറിയും കണക്കുകളിൽ വന്ന പിഴവും ഒക്കെയാണ്. പല ഇതുപോലെയുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വലിയ ക്ഷേത്രങ്ങളിലും ഗുരുവായൂർ പോലെ ശബരിമല പോലെയുള്ള പല ക്ഷേത്രങ്ങളുടെയും രേഖകളൊന്നും സുതാര്യമല്ല എന്ന കാര്യം 100% സത്യമാണ്. അത് മാത്രമല്ല, ദേവസ്വം ബോർഡിൽ പ്രധാനമായും പിണറായി സർക്കാരിന്റെ സാധാരണ നടത്തിക്കൊണ്ടുവരുന്ന രീതി പ്രകാരം ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടത്തുന്ന ഒരു ഇടമായി ദേവസ്വം ബോർഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സർക്കാരിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് ദൈവത്തിന്റെ സ്വർണവും ദൈവത്തിന്റെ സമ്പത്തും പിൻവാതിൽ വഴി അടിച്ചുമാറ്റി മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഒക്കെ കീശ വീർപ്പിക്കൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. പകൽ കൊള്ളയാണ് പല ക്ഷേത്രങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങേയറ്റം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, ഇത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ അടുത്ത കാലത്ത് ഭഗവാന് ചാർത്തിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുകയും ഒടുവിൽ അത് അത്ഭുതം പോലെ മണലിൽ പൊതിഞ്ഞ നിലയിൽ പിന്നെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ദേവസ്വം ബോർഡിന്റെയും ഓരോ ക്ഷേത്ര ഭരണസമിതിയുടെ കീഴിലും സർക്കാരിന്റെ അനുവാദത്തോടുകൂടി, സർക്കാരിന്റെ മൗനാനുവാദത്തോടുകൂടി പകൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരിന് ഒരിക്കലും ഈ മതവിശ്വാസങ്ങൾക്കോ ദൈവങ്ങൾക്കോ എതിരല്ല എങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്രയേറെ വിശ്വാസങ്ങളെയും മാമൂലുകളെയും തച്ചുടച്ചുകൊണ്ട് മുന്നേറിയ പിണറായി സർക്കാരാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭക്തജനങ്ങളെ കയ്യിലെടുത്തത്. ഇതൊക്കെ വെറുതെ ജനങ്ങളെ കുപ്പിയിലാക്കി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതിന് സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പച്ചയായ നാടകം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ പിണറായിയുടെ നാവിറങ്ങിപ്പോയോ എന്ന് ഈ വിഷയത്തിൽ പൊതുജനം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല, ഇതില് വ്യക്തത വരുത്താനുള്ളത്, കാരണം ഇപ്പോൾ പറഞ്ഞത് മൊത്തം പ്രതിപക്ഷത്തിന്റെ ഭാഷയാണ്. കാരണം ഇന്ന് രാവിലെ ആലുവ പാലസിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിന്റെ ഒരു പ്രതിധ്വനിയാണ് ഇപ്പോൾ കേട്ടത്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം അത് സംസ്ഥാന സർക്കാർ ഒരു ബന്ധവുമില്ല. ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജി ചെയർമാനായ സമിതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണം നടത്തുന്നത്. അവിടെ സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിനാണ് അവിടുത്തെ ആചാരപരമായ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമെടുക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതൊക്കെ തിരുവിതാംകൂർ രാജകുടുംബം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല പത്മനാഭസ്വാമി ക്ഷേത്രം. പിന്നെ ഈ പറയുന്ന പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് പറഞ്ഞു, അത് പ്രതിപക്ഷം പിന്നെയും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അത് തന്നെയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ. ആ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ കഴകക്കാരൻ, ചെണ്ടക്കാരൻ അടക്കം ശാന്തി നിയമനം വരെ നടത്തുന്നത് ഇപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിലെ ക്ലർക്ക്, എഞ്ചിനീയർ വിഭാഗം, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, അങ്ങനെ ഇലക്ട്രിക്കൽ വിഭാഗം തൊട്ട് താഴെയുള്ള അമ്പലത്തിലെ ഓരോരോ വിഭാഗം തൊഴിൽ എടുക്കുന്ന ആ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികളെ അവർ നിയമിക്കുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അതിൽ യാതൊരു ഇടപാടലും സർക്കാർ നടത്തുന്നില്ല. സർക്കാരിന്റെ വിവിധ ബോർഡുകൾക്ക് ഒപ്പമുള്ള മറ്റൊരു റിക്രൂട്ട്മെന്റ് ബോർഡ് മാത്രമേ ആകുന്നുള്ളൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പോൾ അതൊക്കെ വളരെ സുതാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ബി ജെ പി ഒന്നും മിണ്ടുന്നില്ല? ബി ജെ പിക്കാർ എന്താ ഇതിലും സംസാരിക്കാത്തത്? കാരണം ഇത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. ക്ഷേത്ര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് 2018 അവർ കൊണ്ട് ഹാളിളകി വന്നതല്ലേ. എന്നിട്ട് എന്തായി?
ഇപ്പോൾ അയ്യപ്പ സംഘം നടത്തിയപ്പോൾ അവർ എന്തുകൊണ്ടാണ് BJP-യുടെ കോർപ്പറേറ്റ് പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് ഒരു അഭിപ്രായം പറഞ്ഞത്? ഇത് അയ്യപ്പനെ നശിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ അയ്യപ്പന് വേണ്ടി ഒരുമിക്കുന്നു. അയ്യപ്പ സംഗമത്തിന് SNDPയും സമുദായ സംഘടനകളായ ഈ SNDP, NSS, KPMS തുടങ്ങിയ സംഘടനകൾ, സമുദായ സംഘടനകൾ ഒരുമിച്ചെത്തിയതിന്റെ അങ്കലാപ്പിലാണ്, ഹാലിലാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പക്ഷേ ഇടത് സർക്കാർ ഈ തെരഞ്ഞെടുപ്പൊന്നും മുന്നിൽ കണ്ടിട്ടല്ല. അവിടെ അയ്യപ്പനെ സേവിക്കാൻ, അയ്യപ്പൻ ഈ അടുത്ത സീസൺ വരാൻ പോവുകയാണ്. ശബരിമല മണ്ഡല സീസൺ വരാൻ പോവുകയാണ് ഒരു മാസം കഴിഞ്ഞാൽ. അപ്പോൾ തുലാമാസം കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അവിടത്തേക്കുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഇനി അങ്ങോട്ടുള്ള പ്രചരണ പരിപാടികൾ, സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും കൂടുതൽ അയ്യപ്പ ഭക്തരെത്തിയാൽ വരുമാനം കൂടുതൽ ലഭിക്കും. അതും ന്യായമായ മാർഗത്തിലുള്ള വരുമാനമാണ്. അല്ലാതെ ഇടനിലക്കാരും സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടില്ല. പിണറായി സർക്കാർ ഇടനിലക്കാരും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ റിക്രൂട്ട്മെന്റ് ബോർഡിന് ആ ഒരു തൊഴിലുമില്ല അവർക്ക്. പിന്നെ എന്തുകൊണ്ടാണ് BJP-ക്കാർ കടുപ്പിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം, കോൺഗ്രസ്സുകാർ ഇപ്പോൾ കിടന്ന് ഇങ്ങനെ ഹാലിളകുന്നത്? കാരണം സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിമാർ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ UDF മന്ത്രിമാർ, അന്നത്തെ KC വേണുഗോപാൽ, VS ശിവകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ ദേവസ്വം മന്ത്രിമാരായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരിയിട്ടില്ലെന്നാണോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കാര്യം പറഞ്ഞു, ഞങ്ങളാരും ഇറങ്ങി ഓടിയിട്ടില്ലെന്ന്. ശരിയാണ്. അതെ, ദേവസ്വം വിജിലൻസ് അന്വേഷിക്കാൻ വന്നപ്പോൾ ഒരു മെമ്പർ ഇറങ്ങി ഓടി. അയാളെ CPM-ന്റെ ഇടതുപക്ഷം നോമിനേറ്റ് ചെയ്ത മെമ്പറൊന്നുമല്ല, UDF-ന്റെ മെമ്പറെ ഇറങ്ങി ഓടിയത്. അതൊക്കെ പഴയ കഥകളാണ്, നാറിയ UDF-ന്റെ കഥകളാണ്. അപ്പോൾ BJP ഭരണത്തിലില്ല, അവർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ശബരിമലയുടെ ഭരണത്തിൽ ഒരു ചെറിയൊരു സംഭാവന പോലും ചെയ്യാൻ BJP-ക്ക് നാളിതുവരെയുള്ള കേരള രാഷ്ട്രീയത്തിൽ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇളകിയിരിക്കുന്ന മൊത്തം അങ്കലാപ്പിലായിരിക്കുന്നത്, വിജിലൻസ് കേസ് വരുമെന്ന് അങ്കലാപ്പിലായിരിക്കുന്നത് ആരാണ്? പ്രതിപക്ഷം തന്നെയാണ്, UDF-കാർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അന്വേഷണം എന്താണ്, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഏതാണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. തീരുമാനം ഉടനെ വരും. പിന്നെ വിഷയം ഹൈക്കോടതിയിൽ വസ്തുനിഷ്ഠമായി അറിയിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം ബോർഡുമായുള്ള യോഗം സർക്കാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ശബരിമലയിലെ 1 രൂപ പോലും, 1 തരി സ്വർണം പോലും എടുത്ത് വിറ്റ് സംസ്ഥാന ഖജനാവിലേക്ക് അടയ്ക്കാം എന്ന് കരുതിയിട്ടില്ല. ശബരിമലയിൽ ഓരോ തവണ മണ്ഡല സീസൺ വരുമ്പോഴും അതിന് തക്കതായ അവിടുത്തെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെയാണ് നടത്തേണ്ടത്. അതിനാണ് ദേവസ്വം വകുപ്പുള്ളത്, അതിനാണ് ദേവസ്വം മന്ത്രിയുള്ളത്. ഒരു IAS-കാരനായ ദേവസ്വം സെക്രട്ടറി നിയോഗിച്ചിരിക്കുന്നത് അതിന് തന്നെയാണ്. അല്ലാതെ ദേവസ്വം ബോർഡിനെ കൈയിട്ട് വരാനോ ഒന്നുമല്ല. ദേവസ്വം ബോർഡുകൾ അടക്കം നിയന്ത്രിക്കാൻ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ സംസ്ഥാന ദേവസ്വം മന്ത്രിയുടെ കീഴിലുള്ളത്. നിരവധി ബോർഡുകളുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലേക്ക് ഒരുപാട് ജീവനക്കാർ, ഒരുപാട് കുടുംബങ്ങൾ ക്ഷേത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം, അവരുടെ എല്ലാം ന്യായം, നീതി ഇതൊക്കെ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബോർഡുകൾ, അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ കൈയിട്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല. സർക്കാർ എന്തിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിന്റെ വരും? അത് BJP-ക്കാർ കൊണ്ടുവന്ന ആരോപണമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിന് അടയ്ക്കുന്ന കാശ് ശബരിമലയിൽ സീസൺ കാലത്ത് കിട്ടുന്ന വരുമാനം കോടികളുടെ രൂപയിൽ നിന്ന് അടയ്ക്കുന്നതാണ്. എങ്ങനെയാണ്? അവിടെ പോലീസ് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്, വൈദ്യുതി ബോർഡിന്റെ ജീവനക്കാരുണ്ട്, അങ്ങനെ പലവിധ ആരോഗ്യ വകുപ്പുണ്ട്, പലവിധ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് ഓരോ തവണയും മണ്ഡല സീസൺ ആഘോഷം വിജയകരമായി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വകുപ്പ് ചെലവുകളുണ്ട്. സംസ്ഥാന സർക്കാർ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വിധം ഉള്ള തുക അടച്ച് ദേവസ്വം ബോർഡ് അടച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് വിജയകരമായി പോകുന്നു. ഇതിലൊക്കെ ആർക്കാണ് കണ്ണുകടി? പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടനിലക്കാരൻ വന്നു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ സെക്രട്ടറിയിലിരിക്കുന്ന പിണറായി വിജയനും കൂട്ടരും പ്രതികളാകുമെന്ന് എന്നുകൂടി ഓർക്കണം. പിന്നെ ഇതൊക്കെ അന്വേഷിക്കാനാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. അവർ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ദേവസ്വം വിജിലൻസ് ഇപ്പോൾ തൃപ്തികരമല്ലെന്ന് പറയുന്നു. ഇത്രയും കാലം ദേവസ്വം വിജിലൻസിന്റെ പ്രവർത്തനം പ്രതിപക്ഷത്തിന് തൃപ്തികരമായിരുന്നു. ഇപ്പോൾ അവർക്ക് തൃപ്തികരമല്ല. അപ്പോൾ CBI വരട്ടെ എന്നാണ് പറയുന്നത്. തോന്നുമ്പോൾ വിളിക്കാൻ CBI എന്താണ്? കോൺഗ്രസ്സുകാരുടെ കയ്യിലെ ചട്ടുകമാണോ?
കേരളത്തിലെ നിയമനങ്ങളെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും എത്ര പിൻവാതിൽ നിയമനങ്ങൾ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നതിന്റെ സ്പഷ്ടമായ കണക്കെടുത്താൽ തന്നെ വ്യക്തമാകും എത്രത്തോളം അഴിമതി അല്ലെങ്കിൽ എത്രത്തോളം പിൻവാതിൽ നിയമനങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം തന്റെ ഇഷ്ടക്കാരെ എത്ര പേരെ തിരികെ കയറ്റി. അത് ഏത് സർക്കാർ വന്നാലും അഴിമതി അങ്ങനെ പറയുന്നതാണ്. UDF സർക്കാർ വന്നാലും ഇതുപോലെ പറയും പ്രതിപക്ഷം. അന്ന് പ്രതിപക്ഷത്ത് ആരിയിരിക്കുന്നു അവരും പറയും. ചിലപ്പോൾ അന്ന് UDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിനെതിരെ അന്നത്തെ ഘടകകക്ഷികളും പറഞ്ഞിട്ടുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരത്തിൽ പല ക്രിമിനലുകളെ പോലും പല കേസുകളിലും പ്രതിയായവരെ പോലും തിരികെ കയറ്റിയ പല വിഷയങ്ങളും തെളിയിക്കപ്പെടുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നിരവധി വാർത്തകൾ കണ്ട ഒരു മലയാളികളാണ്. ഈ കഥ കേട്ടാൽ വിശ്വസിക്കണം എന്നില്ല. പിന്നെ ഈ ദേവസ്വം ബോർഡിനെയും ഒരു ദേവസ്വം ബോർഡ് ഉണ്ടെങ്കിലും അതിന്റെ അധികാരത്തിന്റെ പൂർണ്ണമായ ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ കേരള സർക്കാർ തന്നെയാണ്. കേരള സർക്കാർ വിചാരിച്ചാൽ ഒരു അഴിമതി അല്ലാതാക്കാനും ഇത്തരത്തിലുള്ള എന്ത് കേസ് വന്നാലും അതിനെ തേച്ചുമാച്ച് കളയ്ക്കാനും പിണറായിക്ക് നിഷ്പ്രയാസം കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഇല്ലാതായി പോയ ലാവ്ലിൻ കേസും വീണ വിജയന്റെ പേരിലുണ്ടായ കേസും ഒക്കെ. അതൊക്കെ വളരെ നിമിഷങ്ങൾ കൊണ്ടാണ് തെളിവുകൾ സഹിതം അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും തെളിവുകൾ സഹിതം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുണ്ടായിട്ടും വിദേശ വാർത്താ ഏജൻസികൾ പോലും വീണ വിജയന്റെ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടും അതൊക്കെ വെറും മായാജാലമായി മറിക്കാൻ കഴിഞ്ഞ പിണറായി സർക്കാരിനാണോ കേവലം ഒരു ദേവസ്വം ബോർഡിലെ അയ്യപ്പന്റെ 49 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെ മാച്ചു കളയാനും അത് തെളിവുകൾ ഇല്ലാതാക്കാനും കഴിയുന്നത്? ദേവസ്വം ബോർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദേവസ്വം ബോർഡിന്റെ ഒരു രേഖകളും സുതാര്യമല്ല. ജനങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി പല വിഷയങ്ങളിലും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകളും രേഖകളും. അത് പൊതുജനത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് കൂടിയാണ്. ഇപ്പോ ഈ ഉണ്ണികൃഷ്ണന്റെ കേസിൽ തന്നെ വന്നതിൽ ഒരു വ്യക്തമായ ഒരു കാര്യം, കർണാടകയിൽ ഉൾപ്പെടെയുള്ള പല വൻകിട വലിയ സാമ്പത്തികമുള്ള പല ആൾക്കാരും അവരുടെ വരുമാനത്തിനെ 4ആയി ഭാഗിച്ചിട്ട് 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 4ാമത്തെ ഒരു ഭാഗം അയ്യപ്പന് വേണ്ടി നീക്കി വെക്കുന്ന ഒരു രീതി നടന്നു വരുന്നുണ്ട്. ഇതുപോലെ പല ഭക്തരും അയ്യപ്പന് വേണ്ടി അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഇത്തരം നീക്കിവയ്പ്പുകൾ നടത്തുന്നുണ്ട്. ഈ നീക്കിവയ്പ്പുകളൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നു ചേരുകയും ഇതൊക്കെ കണക്കിൽ പോലും പെടാതെ അത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ വഴിയോ കൈമടക്ക് കൊടുത്ത് പല സർക്കാർ ഉദ്യോഗസ്ഥർ വഴിയോ ഇതൊക്കെ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം അവരുടെ പിടിപ്പുകേട് മൂലം ഇല്ലാതായി വരും. പിണറായി സർക്കാർ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പിണറായി സർക്കാർ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ സർക്കാരിന്റെ പിടിപ്പുകേട് ഇത്തരം പല കാര്യങ്ങൾക്കും കാരണമാകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. വേണമെങ്കിൽ പറയാം, ഇത് പിണറായി വിജയന്റെ ഔദ്യോഗിക കാറായ കിയ കാർണിവലിൽ ഈ സ്വർണ്ണപ്പാളി എടുത്തു വെച്ച് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ദർശനം നടത്തിച്ചു എന്നാണ് പറയാം. കാരണം അങ്ങനെ വരെയുണ്ട്. അതാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സോദാഹരണ വാക്യം. അതായത് സോഷ്യൽ മീഡിയ വിശ്വസിക്കരുത്, സോഷ്യൽ മീഡിയയിൽ സത്യം കുടിൽ കെട്ടുമ്പോൾ അവിടെ കൊട്ടാരം കെട്ടുന്നത് അസത്യമാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് പറയാനുള്ളത്. പിണറായി വിജയൻ എന്താണ് 2016 ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിൽ വരുന്നു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവശേഷിപ്പുകാരനായ അന്നത്തെ UDF പ്രസിഡന്റും മെമ്പർമാരുമാണ്. മാറ്റിയോ? ഇല്ല. അവരെ പറഞ്ഞു വിട്ടോ? ഇല്ല. അവരെ കാലാവധി പിന്നെ 3 വർഷമായി ചുരുക്കി. അത് സർക്കാരിന്റെ തീരുമാനം, നയപരമായ തീരുമാനമായിരുന്നു. 2019 പത്മകുമാർ അദ്ദേഹത്തിലേറ്റു. എന്തായി? അതുകൊണ്ട് എന്തായി? 2016 മുതൽ 19 വരെ UDFന്റെ ആള് തന്നെയായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ അന്ന് അഴിമതി ഇല്ലാതിരുന്നോ? ആര് പറഞ്ഞു? അതിനൊക്കെ ആ അഴിമതി അവസാനിപ്പിക്കാൻ അന്നത്തെ കടുത്ത അഴിമതിയായിരുന്നു. 2004 തൊട്ട് തുടങ്ങി 2015 ഉണ്ടായിരുന്ന UDF സർക്കാരിനകത്ത് കടുത്ത അഴിമതിയായിരുന്നു. അഴിമതി അവസാനിപ്പിക്കാനാണ് പുതിയ ചട്ടത്തിൽ ഭേദഗതികൾ കൊണ്ടുവന്നതും പുതിയ ബോർഡിന് അധികാരം ഏൽപ്പിച്ചതുമൊക്കെ. പിന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് 2 ടൈമിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM നോമിനിയായിരുന്നു. കാരണം സ്വാഭാവികമാണ്, ഭരിക്കുന്ന പാർട്ടിക്കാണ് നോമിനേറ്റ് ചെയ്യാൻ ഭരണഘടനാപരമായ അവകാശമുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പിണറായി സർക്കാർ പലതവണ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസം ക്ഷേത്രങ്ങൾ. അത് നോക്കി നടത്താനാണ് സംസ്ഥാന ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡുകളും ഒക്കെ. പക്ഷേ ഇത് അയ്യപ്പ സംഗമത്തിൽ വരുന്ന ഏറ്റവും രൂക്ഷമായ വിമർശനം വിശ്വാസത്തെ സർക്കാർ പിടിച്ചു വയ്ക്കുന്നുള്ളതാണ്. അപ്പൊ പിണറായി വിജയൻ ചോദിച്ചത്, വിശ്വാസികൾക്ക് തിരിച്ച് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുത്താൽ എന്താകും? പണ്ട് ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങൾ പിടിച്ച് ദേവസ്വം ബോർഡിലേക്ക് ലയിപ്പിക്കുന്നതിന് മുമ്പ് നടന്ന കേരളത്തിലുണ്ടായ സാഹചര്യം ഓർമ്മയില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. കാരണം ക്ഷേത്രങ്ങൾ
അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു അവസ്ഥയായിരുന്നു അക്കാലത്ത്. അതിൽ നിന്നും ക്ഷേത്ര ജീവനക്കാരെ പട്ടണയിൽ നിന്നും, ക്ഷേത്ര കുടുംബങ്ങളെ, പൂജാരിമാരടക്കം തന്ത്രിമാരടക്കമുള്ള കുടുംബങ്ങളെ പട്ടണയിൽ നിന്നും കൈപിടിച്ച് കരകയറ്റി കൊണ്ടുവന്നത് അന്നത്തെ ആ ഉജ്ജ്വലമായ തീരുമാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക്, സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിലേക്ക് ക്ഷേത്രങ്ങളെ അഫിലിയേറ്റ് ചെയ്യുക, ആ ഒരു തീരുമാനം. അപ്പോൾ എന്ത് തന്നെ വന്നാലും വിശ്വാസികൾക്ക് ക്ഷേത്രഭരണം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എങ്കിൽ അവിടെ BJP-ക്കാർ കയറി നിരങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഇനിയും പറയാനുള്ളൂ. കാരണം വിശ്വാസികൾ ഒപ്പമാണ്, അവിശ്വാസികളുടെ സർക്കാരാണെന്ന് പറയരുത്, നിരീശ്വരവാദികളായ സർക്കാർ എന്ന് പറയണം. ദൈവവിശ്വാസം ഇല്ലാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് ഇടതുപക്ഷക്കാർ. ആ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന് എന്നിട്ടും അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു, കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു, മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു, ദേവസ്വം വകുപ്പുണ്ട്, ഒരു മന്ത്രിയുണ്ട്, മുഴുവൻ സമയം മന്ത്രിയുണ്ട്, ദേവസ്വം കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും, ഏത് മതവിഭാഗക്കാരായാലും അവർ സമപക്ഷീയരായി സമഭാവനയോടെ കേരളത്തിൽ ജീവിക്കണമെന്നല്ല, അവർ വോട്ട് ചെയ്യണമെന്നല്ല, ഇടത് സർക്കാരിന് വോട്ട് ചെയ്യണമെന്നല്ല, ഇടത് മതേതര സർക്കാരിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവർ ഒരുമിച്ച് കാണണം. ഈ ജനവിഭാഗങ്ങൾ തുല്യരാണെന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങൾ. എന്തായാലും ഇത് ഹൈക്കോടതി ഇടപെടട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ പറയുന്നത്. അന്വേഷണം വരും, ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്, ശക്തമായ ടീമാണ്. പക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസ് ടീം അന്വേഷിക്കുന്നുണ്ട്. അത് പ്രാഥമിക അന്വേഷണം, കേസ് ഫയൽ ഉടനെ കൈമാറുന്നതാകും. ഒന്നുകിൽ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പോലീസിന്റെ പ്രത്യേക വിഭാഗം അത് അന്വേഷിക്കും. കാരണം മോഷണമാണ് 2004 തൊട്ടുള്ളത്, അന്വേഷിച്ചിരിക്കും. കാരണം ആര് കൊണ്ടുപോയാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് ഇടത് സർക്കാരിന് പറയാനുള്ളത്. BJP പ്രവർത്തകരെയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിക്കൊണ്ട് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇടതുപക്ഷത്തിന് ഒരു വിശ്വാസവും വിശ്വാസികളോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടായതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സമ്പത്ത് സ്വന്തം കീശയിലാക്കിക്കൊണ്ട് കീശ വീർപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന കാര്യം ഇനി തുടരന്വേഷണം വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. കൂടുതൽ അന്വേഷണം കഴിയുമ്പോൾ അയ്യപ്പൻ വിജയിക്കുമോ അതോ കട്ടുമുടിച്ചവർ വിജയിക്കുമോ എന്നുള്ള കാര്യം ഇനി വരും നാളുകളുടെ അന്വേഷണം കൊണ്ട് അറിയാനാണ്. അന്വേഷണം കൊണ്ടും എന്തായാലും അയ്യപ്പനും അവിടെ ഉണ്ടാകും, ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടാകും, സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും ഇടത് സർക്കാരും മന്ത്രിമാരും ഉണ്ടാകും. അപ്പോൾ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ തിരിമറികളാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്ര പ്രാവശ്യമാണ് പിണറായി സർക്കാർ സ്ഥലം മാറ്റുന്നത്, ആരൊക്കെ മാറി പറഞ്ഞു വരും, ഇനി അയ്യപ്പൻ എന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യാധാരണ മാത്രമായിരുന്നു എന്നും ശബരിമല നാളെ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു പോകുന്ന ഒരു കാലം ഉണ്ടാകുമോ എന്നുമൊക്കെ ഈ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. അത്തരം പുതിയ അന്വേഷണങ്ങളും പുതിയ വാർത്തകളുമായി വീണ്ടും